ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐഫോൺ 16 സീരീസ് ലോഞ്ച് ചെയ്തു. സെലിബ്രിറ്റീസ് ഒക്കെ ഓടി നടന്ന് ഫോൺ എടുത്തുകൊണ്ടിരിക്കുകയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഐഫോൺ ലോഞ്ചിങ് എന്ന് പറയുന്നത് തന്നെ മറ്റേതൊരു ഫോണിനും കിട്ടാത്ത ഒരു ഹൈപ്പ് ഐഫോണിന് കിട്ടുന്നുണ്ട്. അവർ 14 ഇറക്കിയാലും 15 ഇറക്കിയാലും 16 ഇറക്കിയാലും എല്ലാം ഒരുപോലെ ആയിരിക്കുന്നെങ്കിലും ഇതിന് വല്ലാത്തൊരു ഹൈപ്പ് കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാ സെലിബ്രിറ്റീസും ഇത് ആദ്യം തന്നെ പോയി എടുക്കും. കാര്യം എന്ത്? കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. സീരിയസ്ലി ഇത് എടുക്കുന്നത് തന്നെ ഒരു കോണ്ടന്റ് ആണ്. അങ്ങനെ ഐഫോൺ വെച്ച് കോണ്ടന്റ് ഉണ്ടാക്കുന്ന ഒരു മെയിൻ വ്ളോഗറാണ് നമ്മുടെ കാർത്തിക് സൂര്യ. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരൻ സ്ക്യൂബ ഡൈവ് ചെയ്ത് വെള്ളത്തിന്റെ അടിയിൽ പോയിട്ട് ഈ പറയുന്ന ഐഫോൺ 16 Pro Max അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ആണ്. നമുക്ക് എന്തായാലും ആദ്യം ആ ഒരു വീഡിയോ കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കും. കേരളത്തിൽ ആദ്യമായിട്ട് സ്കൂബ ഡൈവിംഗ് ചെയ്തു പോയി ഐഫോൺ 16 Pro Max അൺബോക്സ് ചെയ്യാൻ പോവാണ് ഗൈസ്. ഓക്കെ ഐഫോണ് ഗെറ്റ് റെഡി. കോപ്പിറൈറ്റ് സോങ് ഇതാണ് ഗൈസ്. വെള്ളത്തിന്റെ അടിയിൽ പോകുന്നു, തുറക്കുന്നു, എടുക്കുന്നു. വരുന്നില്ലല്ലോ, വരട്ടെ. മൊത്തം കുളമാക്കിയല്ലോ. നൈസ്. വെള്ളത്തിന്റെ അടിയിൽ ചെന്നപ്പോഴത്തേക്ക് സാധനം തൊലിഞ്ഞ് വരണില്ല കേട്ടാ. തുറന്ന് കൊള്ളാം. ഓപ്പൺ ആക്കി ഗൈസ്, ഓപ്പൺ ആക്കി. കോപ്പിറൈറ്റ് സോങ്. അങ്ങനെ ഐഫോൺ വെള്ളത്തിന്റെ അടി വെച്ചിട്ട് അൺബോക്സ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ഓൺ ആക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ഗൈസ് ആ ഒരു വീഡിയോ. പുള്ളിക്കാരൻ ഇതിന്റെ ഒരു 10-12 മിനിറ്റുള്ള ഒരു വ്ളോഗും പുള്ളിക്കാരൻ്റെ ചാനലിട്ടിട്ടുണ്ട്. ഈയിടെ 11 ഈ മാതിരി വെള്ളത്തിനടിയിൽ പോയിട്ട് സാധനം അൺബോക്സ് ചെയ്തെന്നും പറഞ്ഞിട്ട് നിങ്ങളൊന്നും അൺബോക്സ് ചെയ്യാൻ നിൽക്കില്ല. ചിലപ്പം അടിച്ചണ്ണാക്കി തരും. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വാട്ടറോ അല്ലെങ്കിൽ ഏതെങ്കിലും അതർ ലിക്വിഡോ കാരണമാണ് ഐഫോൺ ഡാമേജ്ഡ് ആകുന്നതെങ്കിൽ വാറണ്ടി ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഇത് ഐഫോൺ എന്നല്ല, ഒരുവിധപ്പെട്ട എല്ലാം 100% ഫോണുകളും ഇങ്ങനെയാണ്. ഇപ്പോൾ സാംസങ് S23 അൾട്ര എടുത്താലും ഈ സംഭവം തന്നെയാണ്. വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ അമ്മ വാറണ്ടി ക്ലെയിം ചെയ്ത് തരത്തില്ല. ഇമാർ പറയുമ്പം IPS 68 വാട്ടർ റെസിസ്റ്റൻ്റ് എന്നൊക്കെ ഉണ്ടെന്നൊക്കെ പറയും. പക്ഷേ വെള്ളത്തിൽ വീണ് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് വാറണ്ടി ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ സാധനം കണ്ടുകൊണ്ട് നിങ്ങൾ പോയി വെള്ളത്തിൻ്റെ അടിയിൽ പോയി മുക്കാനൊന്നും നിൽക്കല്ല്. മുക്കിയാലും കുഴപ്പമൊന്നുമില്ല, സാധനം ഓക്കെ ആയി എന്നോളും, പ്രശ്നമൊന്നുമില്ല. പക്ഷെ നമ്മുടെയൊക്കെ സമയം എപ്പോഴാണ് മോശമാകുന്നത് പറയാൻ പറ്റൂലല്ലോ. ആ സമയത്ത് ചിലപ്പം വെള്ളം കയറിയിട്ട് പണി കിട്ടും. അതുകൊണ്ട് ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് കണ്ടുനോക്ക്. ഐഫോണിൽ ഒരിക്കലും വെള്ളം കയറാന്നുള്ള ചെക്കിംഗ് ആണ് കിട്ടും. മക്കളെ കായുണ്ടെങ്കിൽ ഐഫോൺ എടുത്തോളി. അവൻ ഐഫോൺ വെള്ളത്തിനകത്ത് മുക്കിയിട്ട് വെള്ളം കയറുമല്ലോ ചെക്ക് ചെയ്യുവാണ് കേട്ടാ. ഇപ്പൊ കണ്ടപ്പോ കോമഡിയാ. ചാടി കയറി സ്പീക്കർ പോയി. 10,000 വട്ടം പറഞ്ഞാണോ സാധനം പോയി. ഫോണിന്റെ ഡിസ്പ്ലേക്കോ ഫോണിന് കുഴപ്പമൊന്നുമില്ല. പാട്ടൊക്കെ ഇടുമ്പോ സ്പീക്കറിനകത്ത് വെള്ളത്തിന്റെ കുളുകുളാ ശബ്ദം, ഇതാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് കാർത്തിക് സൂര്യയുടെ ഈ മാതിരി വീഡിയോ ഒക്കെ കണ്ടിട്ട് നിങ്ങൾ പോയി ഇമിറ്റേറ്റ് ചെയ്യാൻ നിൽക്കല്, ചിലപ്പോൾ പണി കിട്ടും. ഞാൻ വേറൊരു വീഡിയോ കൂടെ കാണിച്ചു തരാം, ഇതോടെ കണ്ടോ. ഗ്യാപ്പടേ ഫ്രെയിമിന്റെ ഡിസ്പ്ലേ ഇടയ്ക്ക് ഗ്യാപ്പ് നോക്കി കണ്ട, പേപ്പർ കയറി പോന്നു. എന്നിട്ട് ഈ സാധനം വാട്ടർ റെസിസ്റ്റൻ്റ് പറഞ്ഞ് എല്ലാത്തിനും ചിലപ്പോൾ കാണത്തില്ല. ചിലപ്പോൾ ചില മോഡലിന് വല്ല ഇങ്ങനെ അബദ്ധം പറ്റി വല്ല മാനുഫാക്ചർ ഡിഫക്റ്റ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാം. അന്നേരം കൊണ്ട് വെള്ളത്തിൽ മുക്കാൻ നിൽക്കില്ല കേട്ടോ. ഉള്ള കാര്യം ഞാൻ പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞു വന്ന വിഷയം ഇതല്ല ഗൈസ്, നമ്മൾ വിഷയത്തിൽ തെന്നി മാറിപ്പോകുന്നു. കാർത്തിക് സൂര്യ ഈ പറയുന്ന ഈ ഐഫോണിന്റെ ഈ ഒരു വീഡിയോ ഇട്ട സമയത്ത് ഇതിൻ്റെ അടിയിൽ വന്ന കമൻസ്, എൻ്റെ പൊന്നടാവേ, എന്തോരം കമൻസ് ആണ് ഇതിൻ്റെ അടിയിൽ വരുന്നത്. നമുക്ക് കമൻറ്റ് ഓരോന്നോരോന്ന് വായിക്കാം. വെറൈറ്റി വേണം, ഇനി നീ നിന്റെ കുഞ്ഞമ്മയുടെ തുണ്ടും കൂടെ അതിൻ്റെ ഇടയിൽ വായിക്കണ്ട. എടേ മൈരെ, പണത്തിന്റെ കുത്തിക്കഴപ്പാണല്ലേ നിനക്ക്, പൈസ കൂടിപ്പോയതിന്റെ കഴപ്പ്. ഇതൊക്കെ എന്ത് ഫ്രാന്താണ്, കഷ്ടം തന്നെ. കുറെ പൈസ ഉണ്ടാക്കിയിട്ട് എന്ത് കാര്യം, തലയ്ക്ക് വെളിവില്ലെങ്കിൽ ഈ ഐഫോണിന് എന്താ കൊമ്പുണ്ടോ? ഐഫോണിന് കൊമ്പൊന്നും ഇല്ല, പക്ഷെ ഐഫോൺ ഇറങ്ങുന്ന സമയത്ത് ഒരു ഓളമാണ്. അതൊരു കോണ്ടന്റ് ആണ് ഡ്യൂഡ്. ഇവനൊരു വ്ളോഗറാണ്. ഓരോ ഐഫോൺ ഇറങ്ങുന്ന സമയത്തും അളിയൻ ഇത് വെച്ചൊരു കോണ്ടന്റ് ഉണ്ടാക്കാറുള്ളതാണ്. ഇങ്ങനെയും കുറെ മലമൈരന്മാർ. വായിക്കാൻ പറ്റാത്ത കമന്റ് ഒക്കെയാണോ ഓരോരുത്തന്മാർ വെച്ചേക്കുന്നത്. വലിയൊരു കമന്റ്. സത്യം പറയാലോ, ഇതൊക്കെ വാങ്ങുന്നവർ പൊങ്ങച്ചത്തിന് വേണ്ടിയാണ്. അവസാനം അധിക പേരും ഒരു ആവശ്യം വന്നാൽ പണം കയ്യിൽ ഉണ്ടാകില്ല, പക്ഷേ ഫോൺ ഉണ്ടാകും. 1 ലക്ഷം 1.5 ലക്ഷത്തിൻ്റെയൊക്കെ ഫോൺ വിളിക്കാൻ മാത്രമാണ്. അത് ചെറിയ തുകയിൽ ഉള്ളത് വാങ്ങിയാലും ഉപയോഗിക്കാം.
കൊറോണ പഠിപ്പിച്ചു തന്ന ജീവിതം നല്ല ജോലി ഉണ്ടായിരിക്കുമ്പോൾ പൈസയ്ക്ക് ഒരു വിലയും ഉണ്ടായിരുന്നില്ല. പക്ഷെ കൊറോണയിൽ നിന്നാണ് അധിക പേരും ജീവിതം എന്താണെന്ന് മനസ്സിലാക്കിയത്. ജീവിക്കാൻ പഠിച്ചത് തന്നെ പ്രവാസികൾ. എൻ്റെ പൊന്ന് സജീർ വീക്ക്, നീ ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്? അവനൊരു കോണ്ടന്റ് ക്രിയേറ്ററാണ്. അവന് 1.5 ലക്ഷം രൂപ കൊടുത്താൽ സാധനം മേടിച്ചെങ്കിൽ ആ സാധനം മുതലാക്കാനും അവനറിയാം. അവൻ മറ്റേ വിളിക്കാൻ മാത്രമാണെന്ന് പറഞ്ഞ് ടോർച്ച് സെറ്റായിട്ട് നടന്നു കഴിഞ്ഞാൽ അവൻ്റെ പരിപാടി നടക്കൂല. മനസ്സിലായ? ഇപ്പൊ സാധാരണക്കാരൻ ഒരുത്തം പോയി ഐഫോൺ മേടിക്കുവാണെങ്കിൽ അവൻ വെറും പട്ടിഷോ, അവൻ അതുകൊണ്ട് ഒരു ഗുണവും ഇല്ലെന്ന് പറയാം. പക്ഷെ ഒരു വ്ളോഗർ അല്ലെങ്കിൽ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ഐഫോണോ അല്ലെങ്കിൽ S23 Ultra 1 lakh rupees മുകളിൽ പൈസ കൊടുത്ത് മേടിക്കുവാണെങ്കിൽ അവൻ അത് മുതലാക്കുന്നുണ്ട്. ആ പൈസ അവൻ തിരിച്ച് അതിനകത്ത് നിന്ന് തന്നെ മേടിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫോൺ വെറും 30,000 രൂപയുടെ IQ Neo 6 വെച്ചിട്ടാണ്. ഈ 30,000-ന്റെ എത്രയോ ഇരട്ടി ഞാൻ ഈ ഫോണിൽ നിന്ന് മുതലാക്കിയിട്ടുണ്ടെന്ന് അറിയോ? അതുപോലാണ് ഓരോ കണ്ടന്റ് ക്രിയേറ്റേഴ്സും. അവൻ 1.5 ലക്ഷം മുടക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ട്രിപ്പിൾ അവൻ ഉണ്ടാക്കാൻ അറിയാം ആ ഒരു ഫോൺ വെച്ചിട്ട്. അല്ലാതെ വിളിക്കാൻ വേണ്ടി മാത്രമൊന്നും അല്ല അമ്മച്ചി. സാധാരണ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് വിളിക്കാൻ വേണ്ടി ഫോൺ യൂസ് ചെയ്യാറില്ല. നമ്മൾ വിളിക്കാറേ ഇല്ല. അതാണ് യാഥാർത്ഥ്യം. കുരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയാൽ ഇതല്ലേ ഇതിനപ്പുറവും കാണും. മൈരി എന്തൊക്കെ കാണണം? ഇവിടെ കാണണ്ടാത്തവർ എന്തിനാടാ കാണാതിരിക്കുന്നത്? നീ കളഞ്ഞിട്ട് പോ. എന്തിനു വെറുതെ ബുദ്ധിമുട്ടി ഇങ്ങനെ ഇരുന്ന് കാണുന്നത്? കാണിയും വേണം, അതിന്റെ അടി വന്ന് തൊലിക്കുകയും ചെയ്യണം. ഇതിനൊക്കെയാണ് കഴപ്പെന്ന് പറയുന്നത്. അല്ലാതെ അവൻ കാണിച്ച കഴപ്പെന്ന് എനിക്ക് പറയാൻ പറ്റും. അടുത്ത ഒരു കമന്റ് കേട്ടോ. എന്റെ കാർത്തി, ജീവിതത്തിൽ ഒരു ഐഫോൺ ഇത്ര വില കൊടുത്ത് കൊണ്ട് നടക്കുന്നത് വലിയ കാര്യമല്ല. എളിമ, വിനയം, കാരുണ്യം ഇവ ആണ് വേണ്ടത്. ബിബിൻ തോമസ് ആണ് ഗൈസ് ആ കമന്റ് ഇട്ടിരിക്കുന്നത്. എടേ, ഒരു ഐഫോൺ വില കൊടുത്ത് മേടിച്ചെന്നും പറഞ്ഞാൽ അവന്റെ എളിമയും വളിമയൊക്കെ ഇല്ലാതാവുമോ? എന്തൊക്കെ തരം കമന്റാണ് ഗൈസ് വന്നുകൊണ്ടിരിക്കുന്നത്. കോമഡിയാണ് കേട്ടോ മൊത്തം. മോസ്റ്റ് ഓഫ് ദ ആൾക്കാരും പറയുന്നത് ക്യാഷിന്റെ കഴപ്പാണെന്നാണ്. ഈ ക്യാഷിന്റെ കഴപ്പാണെന്ന് പറയുന്നവർക്ക് ഞാൻ നല്ലൊരു മറുപടി തരാം. 4 കൊല്ലം മുമ്പ് iPhone 11 Pro ഇറങ്ങിയ സമയത്ത് പുള്ളിക്കാരൻ ഇട്ട ഒരു വ്ളോഗാണ് ദാണ്ട് ഈ കിടക്കുന്നത്. 7.1 മില്യൺ ആൾക്കാരാണ് ഈ വീഡിയോ കണ്ടിരിക്കുന്നത്. നമുക്ക് ആ വീഡിയോ ജസ്റ്റ് ഒന്ന് കാണാം. ഈ കിടക്കുന്ന വലിയ കൂമ്പാരമാണ് 1 ലക്ഷം രൂപ 1 രൂപ തൊട്ടില്. ഇത് കൊടുത്ത് ട്രിവാൻഡ്രത്തെ ആദ്യത്തെ iPhone 11 Pro Max ലോഞ്ച് ഡേറ്റിന്റെ അന്ന് ആദ്യത്തെ കസ്റ്റമറായിട്ട് നമ്മൾ എടുക്കാൻ പോവാണ് ഗൈസ്. കേരളത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി 1 ലക്ഷം 1 രൂപ തൊട്ടുകൊണ്ട് ഇനി ഗൈസ് എന്റെ സ്വപ്നം ഇവൻ അവിടെ 1 ലക്ഷം രൂപയുടെ 1 രൂപ തൊട്ട് കൊടുത്തിട്ട് ഒരു ഐഫോൺ മേടി. അത് 7 മില്യൺ ആൾക്കാരാണ് കണ്ടത്. സാധാരണ ഒരു വീഡിയോ യൂട്യൂബിൽ 1 മില്യനൊക്കെ കാണുന്ന സമയത്ത് നമുക്കൊരു 50,000 തൊട്ട് 1 ലക്ഷം രൂപ വരെ ആ ഒരു അപ്രോക്സിമേറ്റ് അതിൻ്റെ ഇടയ്ക്ക് ഒരു എമൗണ്ട് ആയിരിക്കും കിട്ടുന്നത്. 50,000 തൊട്ട് 1 ലക്ഷം വരെ. ഇപ്പോൾ ഏറ്റവും കുറഞ്ഞിരിക്കട്ടെ 1 മില്യൺ 50,000 രൂപ കിട്ടിയെന്ന് വിചാരിച്ചു. 50 × 7 ഒന്ന് കൂട്ടി നോക്ക്. 7 5 35 3,50,000 രൂപ അവൻ ഈ ഒരു വീഡിയോയിൽ നിന്ന് ഏറ്റവും കുറഞ്ഞത് കിട്ടിക്കാണും. അവൻ 1 ലക്ഷം രൂപയാണ് ഐഫോണിന് മുടക്കിയത്. അവന് കിട്ടിയത് എത്ര? 3,50,000. ഏറ്റവും കുറഞ്ഞതാണ്. പിന്നെ പോരാത്തതിന് ഈ പറയുന്ന മൈജിന്ന് എന്താണെന്ന് തോന്നുന്നു മേടിച്ചത്. അവന്മാരുടെ പ്രൊമോഷനൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പം അതിനകത്തൊന്നും ചിലപ്പോൾ ഡിസ്കൗണ്ടോ എന്തെങ്കിലും അവന്മാരുടെ വകുപ്പോ അല്ല വേറെ എന്തെങ്കിലും സാധനം കിട്ടും. അന്നേരം പൈസയുടെ കുത്തിക്കഴപ്പാന്ന് പറയില്ല. ഇത് അവൻ്റെ ജീവിത മാർഗമാണ്. മനസ്സിലായോ? അവൻ അവിടെ 1.5 ലക്ഷം രൂപ സാധനം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അപ്പുറം അവൻ ഉണ്ടാക്കാൻ അറിയാടെ. എല്ലാ കോണ്ടന്റ് ക്രിയേറ്റേഴ്സും അങ്ങനെയാണ്. ദിസ് ഈസ് എ ബിസിനസ്. അല്ലാതെ പൈസയുടെ കുത്തിക്കഴപ്പെന്നൊക്കെ പറയുന്ന മണ്ടന്മാരെടുത്ത് എനിക്ക് ഇതേ പറയാനുള്ളൂ. 2 കൊല്ലം മുമ്പ് ഇറങ്ങിയ വീഡിയോ ആണ് കഴിച്ചത്. ഇത് 1.5 ലക്ഷം കോയിൻസ് കൊടുത്തിട്ട് 14 Pro Max എടുക്കുന്ന വീഡിയോ ആണ്. വേണമെങ്കിൽ അതുകൂടെ വെച്ചേരാം. 2022 1.5 ലക്ഷം 1 രൂപ തൊട്ട് ഞാൻ ആദ്യത്തെ 14 Pro Max എടുക്കാൻ പോവാണ് ഗൈസ്.
മൈജിയുമായിട്ട് കൊളാബ് ചെയ്തൊരു വീഡിയോ ആണ്. ഇതും 1.5 മില്യൺ ആൾക്കാർ കണ്ടിട്ടുണ്ട്. അപ്പം മൊത്തത്തിൽ ഈ കൂട്ടി ഇംഗ്ലീഷ് നോക്കുമ്പോൾ ഇവന് ലാഭമാണ്, മനസ്സിലായ? അവന് 1.5 ലക്ഷം മുടക്കുന്നെങ്കിൽ അതിന്റെ എത്രയോ ടൈംസ് അവന് കിട്ടുന്നുണ്ട്. ഇപ്പൊ ലാസ്റ്റ് ഇട്ട ഐഫോൺ 16 വെച്ചിട്ട് എടുത്ത 2 വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ വ്യൂവർഷിപ്പ് നോക്കുവാണെങ്കിൽ 2.8 ലക്ഷവും 2.3 ലക്ഷം ആൾക്കാരും കണ്ടിട്ടുണ്ട്. ഓൾമോസ്റ്റ് 5 ലാക്ക് പ്ലസ് ആൾക്കാർ കണ്ടിട്ടുണ്ട്. 5 ലാക്ക് പ്ലസ് ആൾക്കാർ കാണുമ്പോൾ തന്നെ ഏകദേശം ഒരു 30,000 തൊട്ട് 50,000 രൂപ വരെ കിട്ടും. അന്നേരം ഓൾറെഡി ആ ഒരു ഫോണിന്റെ 30% പുള്ളിക്കാരൻ ഏൺ ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ ഈ ഫോൺ മേടിച്ച കടയുമായിട്ട് വല്ല കൊളാബറേഷനും ഉണ്ടെങ്കിൽ അതിനകത്തൊന്നും ഡിസ്കൗണ്ട് കിട്ടും. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഈ പൈസയുടെ കുത്തിക്കഴപ്പെന്ന് പറയുന്നവന്മാരല്ലയോ ശരിക്കും മണ്ടന്മാര്. ഇങ്ങനെ പറയുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവനൊരു വ്ളോഗറാണ്. ഇങ്ങനെയൊക്കെ ചെയ്തൊക്കെ തന്നെയാണ് അവൻ ഇവിടം വരെ എത്തിയത്. അവൻ ആദ്യം യൂട്യൂബ് ചാനൽ തുടങ്ങി, ഇപ്പൊ അവൻ അതും കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് ഒരു വലിയ TV പ്രോഗ്രാമിന്റെ ആങ്കർ ആയിട്ട് വന്നിരിക്കുകയാണ്. സോ പുള്ളി ഒരു സക്സസ്ഫുൾ മാനാണ്. ഇങ്ങനെയുള്ള കുത്തിക്കഴപ്പൊക്കെ കാണിച്ച് തന്നെയാണ് അവൻ അവിടെ വരെ എത്തിയത്. അന്നേരം നീയൊക്കെ അവിടെ ഇരുന്ന് കമന്റും തൊലിച്ചുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. ഒന്നും ആകാൻ പറ്റാത്തതിന്റെ ഫ്രസ്ട്രേഷൻ അതാണ് നിനക്കൊക്കെ. ഇപ്പൊ കാർത്തിക് സൂര്യ വെള്ളത്തിനടിയിൽ പോയിട്ട് അവന്റെ പൈസ കൊടുത്ത് മേടിച്ച് അവന്റെ ഐഫോൺ അൺബോക്സ് ചെയ്ത് നിനക്കൊക്കെ എന്തിനാ ചൊറിച്ചില്? കഴിഞ്ഞ ദിവസം എന്റെ വീഡിയോ അടി വന്ന കമന്റ് ആണ്, മറ്റേ ദീപ്തി സീതത്തോടിന്റെ ആ ഒരു വീഡിയോ ഉണ്ടായിരുന്നല്ലോ, ആദിവാസി കുഞ്ഞ് ഗർഭിണിയായത്. സോ അതൊരു സോഷ്യൽ ഇഷ്യൂ ആണ്. അത് ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തൊരു വീഡിയോ ആണ്. സോ അതിന്റെ അടി വന്നൊരു കമന്റ് ആണ്, താനും ഇറ്റ്സ് മീ കൈസും ഒക്കെ കണ്ടന്റ് ഉണ്ടാക്കി ജീവിക്കുന്നവരാണ്, മറ്റുള്ളവരുടെ വീഡിയോ എടുത്ത് കുറ്റം പറഞ്ഞു കാശ് ഉണ്ടാക്കുന്നവന്മാരാണ്. സ്വന്തം കണ്ടന്റ് ഉണ്ടാക്കി വീഡിയോ എടുത്ത് ജീവിച്ചൂടെ? അല്ലെങ്കിൽ വേറെ ജോലി നോക്കി കുടുംബത്തിന് വേണ്ടി സമ്പാദിച്ച് ജീവിച്ചൂടെ? എന്തിനാണ് മറ്റുള്ളവരെ ട്രോള് ജീവിക്കുന്നത്? അതുകൊണ്ട് എന്ത് ഗുണമാണ് തനിക്കും കൈസിനും സീക്രട്ട് ഏജന്റിനും ഒക്കെ കിട്ടുന്നത്? സ്വന്തമായിട്ട് കണ്ടന്റ് ഉണ്ടാക്കുന്നവരാണ് ഈ പറയുന്ന കാർത്തിക് സൂര്യ. അവന്റെ അടി വന്നിട്ട് ഈ മാതിരി പച്ചത്തെറിയാണ് നീയൊക്കെ വിളിക്കുന്നത്. അപ്പൊ അന്നേരം ഇവിടെ സ്വന്തമായിട്ട് കണ്ടന്റ് ഉണ്ടാക്കിയാലും വല്ലവന്റെ കണ്ടന്റ് എടുത്ത് നമ്മൾ കണ്ടന്റ് ആക്കിയാലും അപ്പൊ തെറിവിളി നെഗറ്റീവ് കമന്റ് മാത്രമാണ് ബാക്കി. പിന്നെ ഞാനും കൈസും സീക്രട്ട് ഏജന്റും ഒക്കെ ഓരോരുത്തരുടെ കണ്ടന്റ് എടുത്ത് വെച്ച് തന്നെയാണ് സംസാരിക്കുന്നത്. ഇത്ര സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയാണ് നീയൊക്കെ ചെയ്ത് കാണിക്കടാ. നീയൊക്കെ സ്വന്തമായിട്ട് ചെയ്തിട്ട് ആൾക്കാരെ ആ വീടിന്റെ മുന്നിൽ പിടിച്ചിരുത്താനുള്ള കഴിവുണ്ടെങ്കിൽ നീയൊക്കെ ചെയ്ത് കാണിച്ചിട്ട് കൊണയടി. അല്ലാതെ വന്നിട്ട് വീടടി വന്നിട്ട് ചുമ്മാ ഇങ്ങനത്തെ കമന്റ് ഇട്ടിട്ട് ഒരു കാര്യമില്ല. നീയൊക്കെ ഇടുന്ന ഓരോ കമന്റ് വരെ നിന്നെയൊക്കെ വിറ്റ് അത് മോണിറ്റൈസ് ചെയ്യാൻ നമുക്കറിയാം. അതാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്, മനസ്സിലായ? അപ്പൊ ഈ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നവന്മാര് മണ്ടന്മാരാണെന്നും കാശിന്റെ കുത്തിക്കഴുപ്പ് കാണിക്കുന്നവന്മാരാണെന്നൊക്കെ പറയുന്നവന്മാരെടുത്ത് സീരിയസ്ലി നീയൊക്കെ ഒന്ന് സ്വയം ചിന്തിച്ചു നോക്ക്. നീ ആടെ ശരിക്കും മണ്ടന്മാര്. കാർത്തിക് സൂര്യ ഫേസ്ബുക്കിൽ ഇട്ട ഒരു റീലിന്റെ അടിയിലാണ് ഏറ്റവും കൂടുതൽ കമന്റ് വന്നിരിക്കുന്നത്. എടാ, ഫേസ്ബുക്കിനകത്ത് ഓരോ കമന്റിനും ഓരോ ലൈക്കിനും പൈസയാണ്. അത് നിനക്കൊക്കെ അറിയൂ? നീ ഇടുന്ന ഓരോ കമന്റിനും അവനവിടെ പൈസ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും അറിയാതെ നീയൊക്കെ വന്നിരുന്നു കൊണയടിക്കുക. ഒരു കാര്യമില്ലടാ മക്കളെ. നമ്മുടെയൊക്കെ വീഡിയോ നിനക്കൊക്കെ കാണാൻ താല്പര്യമില്ലെങ്കിൽ കളഞ്ഞിട്ട് പോവുക. എനിക്കതേ പറയാനുള്ളൂ. സ്കിപ്പ് അടിച്ച് പോകുക. എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ബോറിംഗ് ആണെന്ന് തോന്നുന്നെങ്കിൽ, നിങ്ങളെ അത് എൻഗേജ് ചെയ്യിപ്പിക്കുന്നില്ലെങ്കിൽ, എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്നില്ലെങ്കിൽ ഉറപ്പായിട്ട് സ്കിപ്പ് അടിച്ച് പോകണം. കാരണം നിങ്ങളുടെ പൈസയാണ്, നിങ്ങളുടെ സമയമാണ്. അത് നിങ്ങൾ സ്പെൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഗുണം നിങ്ങൾക്ക് ഉണ്ടാകുന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും അത് അവോയ്ഡ് ചെയ്യുക. അല്ലെങ്കിൽ എൻ്റെ ചാനലിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് റെക്കമെൻഡേഷൻ വരുമ്പോൾ മേളിൽ ഒരു 3 ഡോട്ട് ഉണ്ട് യൂട്യൂബിനകത്ത്. അതിനകത്ത് ക്ലിക്ക് ചെയ്താൽ ഡോണ്ട് റെക്കമെൻഡ് ദിസ് ചാനൽ എന്ന് അടിച്ചു കഴിഞ്ഞാൽ തീർന്ന്. എന്തിന് കഷ്ടപ്പെട്ടിരുന്ന് കാണാൻ നിൽക്കണം? മൊത്തം കുത്തിയിരുന്ന് കണ്ടിട്ട് അതിൻ്റെ അടി വന്നിട്ട് ഈ മാതിരി കമൻറ്റ് ഇട്ടോ ഒരു കുഴപ്പം. നമുക്ക് പ്രശ്നമൊന്നുമില്ല, ഒരു പ്രശ്നമില്ല. ഇന്നലെ വേറെ ഒരുത്തൻ വന്നിട്ട് ഒരു നിതിൻ രാജ് എന്ന് പറയുന്ന ഒരുത്തൻ ഒരു കമന്റുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവൻ എൻ്റെ ഏത് വീഡിയോ അടിയിലും വന്നിട്ട് ഡൂ സം വർക്ക് എന്നാണ് അവൻ ഇന്ന് കമന്റ് അടിക്കുന്നത്. അവനുള്ള ഒരു വേറെ സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അത് ഞാൻ ഇത് കഴിഞ്ഞിട്ട് പോസ്റ്റ് ചെയ്യാം. ഓക്കെ, കൂടുതലൊന്നും പറയാനില്ല ഗൈസ്. എന്താണ് ഗൈസ് നിങ്ങളുടെ അഭിപ്രായം? താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ ശരി, ബൈ.